നമസ്കാരം. നമ്മൾ ഇന്ന് എക്സ്പൊണൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് പോകുന്നത്. കൃത്യംഗങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ രണ്ടാമത്തെ ക്ലാസ്. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇരട്ടി, അതേപോലെ പകുതി. ഒരു സംഖ്യ തന്നിട്ട് അതിന്റെ ഇരട്ടി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു സംഖ്യ തന്നിട്ട് അതിന്റെ പകുതി കണ്ടുപിടിക്കുക. നിങ്ങൾക്കറിയാം, ഒരു സംഖ്യയുടെ ഇരട്ടി കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ സംഖ്യയെ, ഏതാണോ സംഖ്യ, ആ സംഖ്യയെ 2 കൊണ്ട് ഗുണിക്കണം. ഇനി ഒരു സംഖ്യയുടെ പകുതി കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏതാണോ സംഖ്യ, ആ സംഖ്യയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇരട്ടിയും പകുതിയും കണ്ടുപിടിക്കുന്നത്, അല്ലെ? ഫോർ എക്സാമ്പിൾ, 5ന്റെ ഇരട്ടി. 5ന്റെ ഇരട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ആണ്. നമ്മൾ എന്ത് ചെയ്തു? 2 കൊണ്ട് ഗുണിച്ചു. ഇനി 8ന്റെ പകുതി എത്രയാണ്? 4 ആണ്. നമ്മൾ എന്താ ചെയ്തത്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. Okay. അപ്പൊ അത് തന്നെയാണ് ഇവിടുത്തെ ലോജിക്. അപ്പൊ ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 2�48. ഓക്കെ, ഇതിന്റെ ഇരട്ടി എത്ര എന്നാണ് ചോദ്യം. ഇതിന്റെ ഇരട്ടി. ഓക്കെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ ഇരട്ടി കണ്ടുപിടിക്കാൻ ഇതിനെ 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 2 ഗുണം 2�48. നമ്മളിങ്ങനെ വെറുതെ 2 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 2⁻1 എന്നാണ് അതിന്റെ മീനിങ്. നമ്മൾ വെറുതെ 2 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ മീനിങ് 2ന്റെ പവർ എത്രയാണെന്ന്, 1 എന്നാണ് അർത്ഥം. ഇപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ചതാണ് 2 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 2നെ എത്ര തവണ ഗുണിക്കണം? 2 തവണ ഗുണിക്കണം. അപ്പൊ 2 ക്യൂബ് എന്ന് വെച്ചാൽ എന്താ? 2നെ നമ്മൾ 3 തവണ ഗുണിക്കണം. അപ്പൊ എത്ര തവണ ഗുണിക്കുന്നു എന്നുള്ളതാണ് ഈ പവർ ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ നോക്കി, ഇവിടെ 2 വെറുതെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 2 ഒരു തവണയെ ഗുണിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് എഴുതും? 2⁻1 എന്ന് എഴുതും. അപ്പൊ ഞാൻ പറഞ്ഞു, 2 എന്ന് വെറുതെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 2⁻1 എന്നാണ്. ഓക്കെ. ഇവിടെ നോക്കിയേ, ഇതെങ്ങനെയാണ് നമ്മൾ ഗുണിക്കുന്നത്? നമ്മൾ ഫസ്റ്റ് ക്ലാസ് കാണാത്തവരത് കാണാം. ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ബേസ് സെയിം ആയിട്ടുള്ള സംഖ്യയാണല്ലോ 2⁻1 എന്ന് പറയുന്നത്, 2⁻48 എന്ന് പറയുന്നത്. രണ്ടുപേരുടെ ബേസ് ആരാണ്? 2 ആണ്. അപ്പൊ ബേസ് സെയിം ആയിട്ടുള്ള സംഖ്യകളെ ഗുണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ പവർ കൂട്ടിയാൽ മതി. അപ്പൊ ഇവിടെ ആൻസർ എത്ര കിട്ടും? 2⁻49 എന്നാണ് നമ്മുടെ ആൻസർ. ഓക്കെ. അപ്പൊ നിങ്ങൾ നോക്കിയേ, 2⁻48 എന്ന് പറഞ്ഞ ആളുടെ ഇരട്ടി, അതായത് 2 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 2⁻49 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2⁻60ന്റെ ഇരട്ടി എത്ര? ഓക്കെ. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇപ്പം ഗസ് ചെയ്യാൻ പറ്റും, 2⁻48ന്റെ ഇരട്ടി എന്ന് പറയുന്നത് 2⁻49 ആണ്. അപ്പൊ എന്താ ചെയ്ത്? ആ പവറിൽ 1 കൂടി. ആ 1 കൂടുന്ന എങ്ങനെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഒരു കണക്കൂടെ നമുക്ക് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പം ഇരട്ടി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ 2⁻60നെ 2 കൊണ്ട് ഗുണിക്കണം. വെറുതെ 2 എഴുതി കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ആ 2⁻1 എന്നാണ്. ഓക്കെ. അപ്പം 2⁻1 into 2⁻60 എന്ന് വെച്ചാൽ എത്ര വരും? 2⁻61. അപ്പൊ ഇരട്ടി കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ആ പവറിന്റെ കൂടെ 1 കൂട്ടുക. ഇവിടെ ഈ കണക്കിന് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാം 2 വരുമ്പോഴത്തേക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. ഇപ്പൊ 2⁻48, 2⁻60 അത്തരം കേസുകളിലാണ് നമ്മൾ പവറിന്റെ കൂടെ എന്ത് കൂട്ടുന്നുള്ളൂ? ആ 1 കൂട്ടുന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ 2 ഒക്കെ മാറും. അപ്പോഴത്തേക്ക് ഈ പറഞ്ഞ കണക്ക് ചെറിയ വ്യത്യാസം വരും. ഓക്കെ. അപ്പൊ 2 ബേസ് വരുന്ന ഒരു കണക്കൂടെ നമുക്ക് ചെയ്യാം. 2⁻999ന്റെ ഇരട്ടി. അപ്പൊ ഇതിന്റെ ഇരട്ടി എത്ര? അപ്പൊ ഇതിന്റെ ഇരട്ടി കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ 2⁻1000. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഒരു 1 അങ്ങോട്ട് കൂട്ടിയാൽ മതി. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞു 2 വരുന്ന കേസിൽ എന്ത് ചെയ്താൽ മതി എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആ പവറിന്റെ അകത്ത് 1 കൂട്ടിയാൽ മതി, ഇരട്ടി കിട്ടുമെന്ന് പറഞ്ഞു. ഇനി വേറൊരു ചോദ്യം, 4:10. 4:10ന്റെ ഇരട്ടി. ഓക്കെ. അപ്പൊ 4:10ന്റെ ഇരട്ടി കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്താ വെച്ചാൽ 4 എന്ന് പറയുന്നത് നമുക്കറിയാം 2വിന്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. ഓക്കെ. 4 നമുക്ക് എന്ത് എഴുതാം? 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ 2 സ്ക്വയർ ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ 4:10നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 സ്ക്വയർ എന്ന് എഴുതാം. ഓൾറെഡി എന്തുകൊണ്ട് ഇവിടെ? ആ 4ന്റെ പവർ 10 ആണ്. അപ്പൊ 2 സ്ക്വയറിന്റെ പവർ എത്രയാണ്? 10 ആണ്. നമ്മൾ ഇന്നലെ കണ്ടതാണ് ഡബിൾ പവർ, അല്ലെ? ഇപ്പം 2 തവണ പവർ വരുന്നു, അല്ലെങ്കിൽ ട്രിപ്പിൾ പവർ. അത്തരം കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ പവറുകൾ തമ്മിൽ
ഗുണിക്കുക എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നമുക്കറിയാം എ റൈസ് ടു എം ഹോൾ റൈസ് ടു എൻ. ഇവിടെ എയുടെ പവർ എം, ഇതിന്റെ മൊത്തത്തിലുള്ള പവർ എൻ. അപ്പൊ നമ്മൾ രണ്ട് പവറും കൂടെ തമ്മിൽ ഗുണിക്കും. അപ്പം ഇവിടെ എത്ര വരും? 2 × 10 2 റൈസ് ടു 20. അപ്പൊ നോക്കി, തന്നിരിക്കുന്ന ചോദ്യത്തെ നമ്മൾ 2 പവർ ആക്കി മാറ്റിയല്ലോ. ഇനി ഇപ്പൊ ഇരട്ടി കണ്ടുപിടിക്കാൻ എളുപ്പം. അപ്പൊ ഈ 2 റൈസ് ടു 20 ഇരട്ടി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 2 റൈസ് ടു 21 എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാവും, പൊതുവെ 2ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ഇത്തരം ചോദ്യങ്ങളെല്ലാം തന്നെ. ഇരട്ടി കണ്ടുപിടിക്കുന്ന കണക്ക് അല്ലെങ്കിൽ പകുതി കണ്ടുപിടിക്കുന്ന കണക്ക് നമ്മൾ പഠിക്കും. ഇതെല്ലാം പൊതുവെ 2ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, എന്നാൽ നമുക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റും. അത്രയും കണക്കുകൾ നമുക്ക് പൊതുവെ വരാറുള്ളൂ. അടുത്ത ചോദ്യം 32 റൈസ് ടു 50. ഇതിന്റെ ഇരട്ടി നോക്കിയേ. നമുക്കറിയാം 32 എന്ന് പറയുന്നത് 2ന്റെ ഒരു ഗുണിതമാണെന്ന് അറിയാം. നമുക്കറിയാം 2 × 2 എത്രയാണ്? 4. 4 × 2 എത്രയാണ്? 8. 8 × 2 എത്രയാണ്? 16. 16 × 2 എത്രയാണ്? 32. എത്ര തവണ 2 വന്നിട്ടുണ്ട്? 5 തവണ. അപ്പൊ 32നെ നമുക്ക് എന്ത് എഴുതാം? 2 റൈസ് ടു 5 എന്ന് എഴുതാം. അപ്പം ഓൾറെഡി നമുക്ക് 32 റൈസ് ടു എത്രയാണ്? 15 ആണ്. ഓക്കെ, അപ്പൊ 32നെയാണ് ഞാൻ 2 റൈസ് ടു 5 എന്ന് എഴുതിയത്. പിന്നെ മിച്ചമുള്ള ഓൾറെഡി ഉള്ള പവർ 15. അപ്പം ഡബിൾ പവർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? പവറിനെ തമ്മിൽ ഗുണിച്ചാൽ മതി. 5 ഗുണം എത്രയാണ്? 15. 5 ഗുണം 15 എത്രയാണ്? 2 റൈസ് ടു 75. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ഇരട്ടി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇതിന്റെ ഇരട്ടി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? പവറിന്റെ കൂടെ 1 കൂട്ടിയാൽ മതി. അപ്പൊ ആൻസർ 2 റൈസ് ടു 76. എങ്കിൽ അടുത്തൊരു ചോദ്യം 2 റൈസ് ടു എക്സിന്റെ ഇരട്ടി. ഇവിടെ പവർ ആയിട്ട് എക്സ് ആണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം 2 റൈസ് ടു ഒരു സാധനം വന്നിട്ട് അതിന്റെ ഇരട്ടി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? പവറിന്റെ കൂടെ 1 കൂട്ടിയാൽ മതി. അപ്പൊ 2 റൈസ് ടു എക്സ് പ്ലസ് 1 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പം നിങ്ങളിപ്പം ഇരട്ടി കണ്ടുപിടിക്കുന്നതിനെ പറ്റിയുള്ള ലോജിക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു. അപ്പൊ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞേക്കാം. 2 ബേസ് ആയിട്ട് വരുന്ന സംഖ്യകളുടെ 2 ബേസ് ആണ്. ഓക്കെ, 2 ആണ് ബേസ് എങ്കിൽ, ഓക്കെ, ബേസ് 2 ആണ് വരുന്നതെങ്കിൽ അതിന്റെ ഇരട്ടി കണ്ടുപിടിക്കാൻ വേണ്ടി പവറിന്റെ കൂടെ 1 കൂട്ടിയാൽ മതി. പക്ഷെ ചില സമയത്ത് 2 ബേസ് ആയിട്ട് വരത്തില്ല. പകരം 2ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്തായിട്ട് വരുന്നത്? ബേസ് ആയിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കി, ഈ കണക്കിൽ 2ന്റെ മൾട്ടിപ്പിൾ ആയ 4 ആണ് ബേസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ ആ ബേസിനെ നമ്മൾ 2ന്റെ പവറിലേക്ക് കൺവെർട്ട് ചെയ്യാം. അപ്പം 4ന് നമ്മൾ എന്ത് എഴുതും? 2 സ്ക്വയർ എഴുതും. ബാക്കി പഴയതുപോലെ. ഇനി 32 റൈസ് ടു 50 നോക്കി. അപ്പൊ ഇവിടെ 32 എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. അതും 2ന്റെ മൾട്ടിപ്പിൾ 2 റൈസ് ടു 5 ആണ് എന്ത്? 32 എന്ന് പറയും. അപ്പൊ ഇതാണ് അതിന്റെ ലോജിക് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ ഇരട്ടി കണ്ടുപിടിക്കാൻ പറഞ്ഞ. ഇനി നമുക്ക് അടുത്ത പകുതി. നിങ്ങൾക്കറിയാം പകുതി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമുക്കൊരു ചോദ്യം നോക്കാം. 2 റൈസ് ടു 500 ഇതിന്റെ പകുതി എത്രയെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? 2 റൈസ് ടു 500 ഡിവൈഡഡ് ബൈ 2 നമ്മൾ കണ്ടുപിടിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വെറുതെ 2 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 2 റൈസ് ടു 1 ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമുക്ക് എന്ത് എഴുതാം? ഇങ്ങനെ 2 റൈസ് ടു 1 എന്ന് അങ്ങനെ എഴുതാം. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു എക്സ്പോണന്റുകൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റൂൾ. എ റൈസ് ടു എം ഡിവൈഡ് ബൈ എ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം മൈനസ് എൻ ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എക്സ്പോണന്റ് തമ്മിൽ ഗുണിക്കുമ്പോൾ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം പ്ലസ് എൻ എന്നും, എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ എ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം മൈനസ് എന്നും ആണ്. ഓക്കെ, അപ്പം ഇവിടെ എന്ത് വരും? 2 റൈസ് ടു 500 ഡിവൈഡ് ബൈ 2 റൈസ് ടു 1. അപ്പൊ 500ന് നമ്മൾ 1 കുറയ്ക്കുക. അപ്പൊ എന്ത് വരും? 2 റൈസ് ടു 499 എന്നാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം പകുതിയുമായിട്ട് ബന്ധപ്പെട്ട് 2 റൈസ് ടു 40 ഇതിന്റെ പകുതി എത്ര? ഓക്കെ, അപ്പം ഇതിന്റെ പകുതി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 2 റൈസ് ടു 40 ഡിവൈഡ് ബൈ 2. 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റൈസ് ടു 1. വീണ്ടും നമ്മൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന റൂൾ അപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 റൈസ് ടു 39. അപ്പൊ നിങ്ങൾ ഇനി ഒബ്സർവ് ചെയ്തേ, നമ്മുടെ ചോദ്യം നോക്കൂ. നമ്മുടെ ചോദ്യം 2 റൈസ് ടു 500ന്റെ പകുതി കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ പവറിന് എന്ത് സംഭവിച്ചു? 1 കുറഞ്ഞു. 2 റൈസ് ടു 499 ആയി.
2⁴ പകുതി കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ആൻസർ എന്തായി തീർന്നു? 2�39 എന്നാണ് വന്നത്. ഓക്കെ, അപ്പം നേരത്തെ ആയിട്ടൊന്ന് കമ്പയർ ചെയ്തേ. ഇരട്ടിയായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഇരട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ പവർ എന്ത് ചെയ്യണം? ഒന്ന് കൂട്ടണം. ഇതെല്ലാം ബാധകമാകുന്ന ബേസ് 2 ആകുമ്പോൾ കാര്യത്തിലാണ് കേട്ടോ. ബേസ് 2 ആയിട്ട് വരുമ്പോൾ ഇരട്ടി കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പവർ ഒന്ന് കൂട്ടണം. ബേസ് 2 ആയിട്ട് വരുന്ന കേസിൽ പകുതി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ പവറിൽ നിന്നും ഒന്ന് കുറയ്ക്കണം. അപ്പൊ ഇത്രയുള്ളതിന്റെ ലോജിക്. ഒരു ചോദ്യം കൂടി ചെയ്തേക്കാം. 2⁹900 ഇതിന്റെ പകുതി. ഓക്കെ, ഇതിപ്പോ ഇനി ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. 2⁸899 എന്ന് എഴുതാം. ഇനി സ്വാഭാവികമായിട്ടും അടുത്ത ക്വസ്റ്റ്യൻ 2 മാറ്റിയിട്ട് 2ന്റെ മൾട്ടിപ്പിളുകൾ വരുന്ന കണക്കുകളാണ് നമ്മൾ നോക്കുന്നത്. ഇനി 8⁻40 ഇതിന്റെ പകുതി. അപ്പൊ ഞാൻ പറഞ്ഞു 2ന്റെ മൾട്ടിപ്പിൾ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പൊ 8 എന്ന് പറയുന്നത് 2ന്റെ മൾട്ടിപ്പിൾ ആണ്. 8 എന്ന് വെച്ചാൽ എത്രയാണ്? 2 × 2 4, 4 × 2 8. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2³ എന്ന് എഴുതാം. 8നെ ഓൾറെഡി എന്തുണ്ട്? 40 ഉണ്ട്. അപ്പൊ ഡബിൾ പവർ ആണല്ലോ. 2³ ഹോൾ റൈസ് ടു 40. അത് നമ്മൾ കണ്ടതാണ്. a⁻m എന്ന് എഴുതിയിട്ടുണ്ട്. a⁻m ഹോൾ റൈസ് a⁻m ഡബിൾ പവർ വരുന്നു. അപ്പൊ പവറുകൾ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ട്രിപ്പിൾ പവർ ആണെങ്കിൽ ഇതുപോലെ തന്നെ a⁻m ദ ഹോൾ റൈസ് ടു n, പിന്നെയും ഒരു പവർ ആയിട്ടൊരു പിയും കൂടെ വന്നു കഴിഞ്ഞാൽ ആൻസർ a⁻m × n × p എന്ന് വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. അപ്പൊ ഇതിന്റെ പകുതി കണ്ടുപിടിക്കണം. അതിനു മുമ്പ് ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പം 3 × 40 എത്രയാണ്? 120. ഇനിയിപ്പോ ഇതിന്റെ പകുതി കണ്ടുപിടിക്കാമല്ലോ. ഇതിന്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ പകുതി എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് കുറയ്ക്കണം. അപ്പം 2⁻119 എന്നാണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ചോദ്യം 16⁻16 ഇതിന്റെ പകുതി എത്ര എന്നാണ് ചോദ്യം. നമ്മുടെ ബേസ് എന്ന് പറയുന്നത് 16 ആണ്. 16 എന്ന് പറയുന്നത് ആരുടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സംഖ്യയാണ്? 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സംഖ്യയാണ്. 2നെ എത്ര തവണ ഗുണിക്കുമ്പോഴാണ് 16 ഉണ്ടാവുന്നത്? 2നെ 4 തവണ ഗുണിക്കണം. ഓക്കെ, അപ്പൊ ഇതെന്ത് വരും? ഡബിൾ പവർ വരുന്നു. അപ്പം 4ഉം 16ഉം കൂടെ ഗുണിക്കണം. അപ്പം 2�64 എന്ന് കിട്ടും. ഇനി ഇതിന്റെ പകുതി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ പവറിൽ നിന്നും ഒന്ന് കുറച്ചാൽ മതി. അപ്പൊ 2�63 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഒരു ലാസ്റ്റ് ചോദ്യം കൂടെ ചെയ്യാം. 2⁻m ന്റെ പകുതി. ബേസ് എത്രയാണ്? 2 ആണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പകുതി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? പവറിൽ നിന്നും ഒന്ന് കുറച്ചാൽ മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ പകുതി കണ്ടുപിടിക്കാൻ പറഞ്ഞാലുള്ള കണക്ക്. അപ്പൊ പൊതുവെ കണക്കുകളെല്ലാം വരാൻ പോകുന്നത് 2 അല്ലെങ്കിൽ 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സംഖ്യകളായിരിക്കും നമുക്ക് ചോദ്യമായിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു, ഇരട്ടി, പകുതി. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു ഫൈനൽ ടോപ്പിക്, ഒരു ടോപ്പിക് കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്, വർഗമൂലം. ഓക്കെ, വർഗമൂലം. ഓക്കെ, വർഗമൂലം നിങ്ങൾ കേട്ടുണ്ടാവും, ക്ലാസ്സിൽ സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ടാവും. സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട്, ഫോർത്ത് റൂട്ട്, ഫിഫ്ത്ത് റൂട്ട് അല്ലെങ്കിൽ nth റൂട്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ എഴുതാം റൂട്ട്. ഇതിങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ വായിക്കുന്ന പേരാണ് റൂട്ട് അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് എന്ന് നമ്മൾ വായിക്കും. സ്ക്വയർ റൂട്ട്. ഓക്കെ, ഏതോ ഒരു സംഖ്യ. ഓക്കെ, ഇതിന്റെ അകത്ത് ഏതോ ഒരാൾ കിടപ്പുണ്ട്. ഇപ്പൊ എക്സ് എന്ന് കിടപ്പുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, സ്ക്വയർ റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എക്സ് റൈസ് ടു 1/2 എന്നാണ് അതിന്റെ മീനിങ്. മനസ്സിലായോ? എക്സ് റൈസ് ടു 1/2 സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എക്സിന്റെ സ്ക്വയർ റൂട്ട് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എക്സ് റൈസ് ടു 1/2. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നതും ഒരു എക്സ്പോണന്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കൃത്യംഗം തന്നെയാണ് ഈ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന ആള്. ഇനി അടുത്ത് നിങ്ങൾ സ്കൂളിൽ കണ്ടുള്ളതാണ് ക്യൂബ് റൂട്ട്. ഇങ്ങനെയാണ് എഴുതുന്നത്. ആ റൂട്ടിന്റെ ആ ഒടിവുണ്ടല്ലോ, ആ ഒടിവിന്റെ തുമ്പത്തൊരു 3 എഴുതും. ഇതിനെ നമ്മൾ വായിക്കുന്നത് ക്യൂബ് റൂട്ട് ഓഫ് എക്സ്. എവിടെയാണ് എക്സിന്റെ സ്ഥാനത്ത് എന്തുകൊണ്ടല്ലോ, ഇപ്പം എക്സിന് പകരം y എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് 5. ഓക്കെ, അങ്ങനെ വായിക്കും. ഇപ്പൊ എക്സിന് പകരം a വന്നു കഴിഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് 5. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എക്സ് റൈസ് ടു 1/3 എന്നാണ് ഇതിന്റെ മീനിങ്. ഇനി ഓക്കെ, കുറച്ചുകൂടെ തന്നെ വൃത്തിയായിട്ട് എഴുതാം. ഓക്കെ, 4 ഇങ്ങനെ ചെറുതാക്കി എഴുതി നമ്മുടെ റൂട്ടിന്റെ തുമ്പത്ത് 4 എന്ന് എഴുതിയിട്ട് എക്സ്.
ഓക്കെ, ഇതിനെ നമ്മൾ വായിക്കുന്നത് ഫോർത്ത് റൂട്ട് എന്നാണ് വായിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എക്സ് റൈസ് ടു 1/4 എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ 5 എന്ന ഈ റൂട്ടിന്റെ അകത്ത് ഇങ്ങനെ ഈ ഒടിവുണ്ടല്ലോ റൂട്ടിൽ നിന്ന്, ആ ഒടിവിൽ എഴുതിയിട്ട് എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ വായിക്കുന്നത് ഫിഫ്ത്ത് റൂട്ട് എന്നാണ്. അതിന് നമ്മൾ എന്ത് എഴുതും? എക്സ് റൈസ് ടു 1/5 എന്ന് എഴുതും. സോ ജനറലി അപ്പൊ ഏത് സംഖ്യ വന്നാലും ഇങ്ങനെ എഴുതാം. ഇപ്പം 3 വന്നാലും 4 വന്നാലും 5 വന്നാലും ഒക്കെ എഴുതാം. അപ്പൊ ജനറലി ഒരു എൻ എന്ന് പറഞ്ഞൊരു സംഖ്യ അത് ഏത് വേണേലും ആകാം, എന്ത് റൂട്ട് ഓഫ് എക്സ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ വായിക്കുന്നത് എന്ത് റൂട്ട്. ഓക്കെ, എന്ത് റൂട്ട് എന്ന് വെച്ചാൽ എക്സ് റൈസ് ടു 1/n. ഓക്കെ, ഇവിടെ എക്സ് എന്ന് എഴുതുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എക്സിന്റെ സ്ഥാനത്ത് വേറെ ഏത് സ്ഥാനങ്ങളിലും വരാം. ഓക്കെ, ഇപ്പം ഇങ്ങനെ ക്യൂബ് റൂട്ട് ഓഫ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 10 റൈസ് ടു 1/3 എന്നാണ്. ഫിഫ്ത് റൂട്ട് ഓഫ് 99 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 99 റൈസ് ടു 1/5 എന്നാണ് അതിന്റെ മീനിങ്. ഇനി വെറുതെ റൂട്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്ക്വയർ റൂട്ട്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തും? 10 റൈസ് ടു 1/2. ഓക്കെ, അവിടെ നമ്മൾ 2 എന്ന് പൊതുവെ എഴുതാറില്ല. ഇവിടെ ഇങ്ങനെ 2 എന്ന് പൊതുവെ നമ്മൾ കൊടുക്കാറില്ല. ഇതിന് പകരം നമ്മൾ എന്ത് എഴുതാത്തുള്ളൂ? വെറുതെ റൂട്ട് 10 എന്നേ എഴുതാറുള്ളൂ. ആക്ച്വലി റൂട്ട് 10 എന്ന് പറഞ്ഞാലും സ്ക്വയർ റൂട്ട് ഓഫ് 10 എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം ആണ്. പക്ഷെ നമ്മൾ പൊതുവെ അങ്ങനെ രണ്ടെന്ന് അവിടെ നമ്മൾ എഴുതുന്ന ഒരു ശീലമില്ല. ഓക്കെ, ഇനി അതേപോലെ എന്ത് റൂട്ട് ഓഫ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്ത് വരും? വൈ റൈസ് ടു 1/n എന്നാണ് പറയാറ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും ഭാഗം വേണം നിങ്ങൾ ഒന്നുകൂടെ അറിയാത്തവർ ഒന്നുകൂടെ വേണമെങ്കിൽ കണ്ടുനോക്കുക. ഈ വർഗ്ഗമൂലത്തിന്റെ ഞാൻ ഇപ്പൊ എഴുതിയിരിക്കുന്ന നൊട്ടേഷൻസ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പം സ്ക്വയർ റൂട്ട് എന്ന് വെച്ചാൽ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എക്സ് റൈസ് 1/2, ക്യൂബ് റൂട്ട് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എക്സ് റൈസ് 1/3, ഫോർത്ത് റൂട്ട് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എക്സ് റൈസ് 1/4. ഇനി 55 റൂട്ട് ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് റൈസ് 1/55. ഓക്കെ, ഇത്രയുള്ളൂ. ഇനി കുറച്ച് സംഖ്യകൾ എന്തായാലും അതിന്റെ വർഗ്ഗമൂലം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം വർഗ്ഗമൂലം നിങ്ങൾ കണ്ടുപിടിക്കുന്ന കണക്കുകളാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം റൂട്ട് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് റൈസ് ടു 18. നിങ്ങൾ നോക്കൂ, ഇവിടെ ക്യൂബ് എന്നോ 4 എന്നോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇത് എന്ത് റൂട്ടാണ്? സ്ക്വയർ റൂട്ട് ആണ്. ഓക്കെ, സ്ക്വയർ റൂട്ട് നമ്മൾ എങ്ങനെ എഴുതുന്നത്? എക്സ് റൈസ് ടു 18 4 റൈസ് ടു 1/2. നോക്കിയേ, എക്സിന് ഇപ്പൊ എന്താണ്? ഡബിൾ പവറിലെ വന്നിരിക്കുന്നത്. എക്സിന്റെ പവർ ആയിട്ട് 18 ഉണ്ട്, അതിന് മൊത്തത്തിൽ ഒരു പവർ ആയിട്ട് എന്തുണ്ട്? 1/2 ഉണ്ട്. നമ്മൾ എന്താ ചെയ്യുക? ആ പവറുകളെ നമ്മൾ ഗുണിക്കും. അപ്പം 18 ഗുണം 1/2. അപ്പൊ ആൻസർ എന്ത് കിട്ടും? എക്സ് റൈസ് ടു 9 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം വൈ റൂട്ട് ഓഫ് വൈ റൈസ് ടു 200. നിങ്ങൾ എവിടെ നോക്കൂ, റൂട്ടിന്റെ ഒടിവിന്റെ അവിടെ ഏതെങ്കിലും സംഖ്യ ഉണ്ടോ? ക്യൂബ് എന്നോ 4 എന്നോ 5 എന്നോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഇതെന്താണ്? ഇത് ജസ്റ്റ് സ്ക്വയർ റൂട്ട് ആണ്. അപ്പൊ നമ്മൾ വൈ റൈസ് ടു 200 റൈസ് ടു 1/2 എന്ന് എഴുതും. അപ്പൊ ഇതെന്തായി തരും? 200 ഗുണം 1/2 എത്ര വരും? 100. ഓക്കെ, ഇത്രയുള്ളൂ. ഇനി ഇപ്പൊ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഈ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് എക്സ് റൈസ് ടു 18 എന്ന് പറഞ്ഞ ആളുടെ സ്ക്വയർ റൂട്ടിന്റെ ആൻസർ എത്രയാണ്? വെറും എക്സ് റൈസ് ടു 9. ആ റൂട്ട് പോകുമ്പോഴത്തേക്ക് പകുതി എന്താ സംഭവിക്കുന്നത്? ആ പവർ നേർ പകുതിയായി തീരും. 18 എന്നുള്ളത് 9 ആയി തീരും. അടുത്ത ചോദ്യം നോക്കി, റൂട്ട് ഓഫ് വൈ റൈസ് ടു 200 എന്നുള്ള ആൻസർ എന്തായി തീരും? വൈ റൈസ് ടു 100 എന്നാണ് ആയിത്തീരുന്നത്. ഇപ്പൊ നമുക്ക് അതിന്റെ ലോജിക്ക് കിട്ടിയിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താ അവിടെ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ റൂട്ട് മാറുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു 1/2 കൊണ്ട് ഗുണിക്കുന്നു. 1/2 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് സംഭവിക്കും? 18 എന്നുള്ളത് നേർ പകുതിയായി തീരും, 9 ആയി തീരും. ഇവിടെ അതുപോലെ തന്നെ റൂട്ട് ഓഫ് വൈ റൈസ് ടു 200 റൂട്ട് മാറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 1/2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ നേർ പകുതി 100 ആയി തീരുന്നു. അടുത്ത ചോദ്യം റൂട്ട് ഓഫ് എ റൈസ് ടു 19. ഇനിയിപ്പോ ഇത് അപ്ലൈ ചെയ്യുന്നില്ല, ഡയറക്റ്റ് കണക്ട് ചെയ്യുക. അപ്പം എ റൈസ് ടു 19ന്റെ പകുതി. 19ന്റെ പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 9.5 അല്ലെ? 19 2 കൊണ്ട് ഹരിക്കുമ്പോഴത്തേക്ക് 9.5. അടുത്ത ചോദ്യം റൂട്ട് ഓഫ് ബി റൈസ് ടു 51. അപ്പൊ നിങ്ങൾ നോക്കുക, 51ന്റെ പകുതി 50ന് 2 കൊണ്ട് ഹരിച്ചാൽ 25, പിന്നെ ഒരു ഒന്നും പോയിട്ട് അതിന്റെ ഒരു അരയും കൂടെ ചേർന്നിട്ട് എത്ര കിട്ടും ആൻസർ? 25.5.
5 എന്ന് കിട്ടും. അപ്പൊ ഇത്രേ ഉള്ളൂ. സ്ക്വയർ റൂട്ട് വന്നുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? സ്ക്വയർ റൂട്ട് വരുമ്പോഴത്തേക്ക് റൂട്ടിനകത്ത് കിടക്കുന്ന ആളുടെ പവർ നോക്കുക, ആ പവറിന്റെ പകുതി ഇങ്ങ് എടുക്കുക. ഇനി നമുക്ക് അടുത്തത് ക്യൂബ് റൂട്ട് നോക്കാം. ക്യൂബ് റൂട്ട് ഓഫ് x⁻30. നമ്മൾ എങ്ങനെ യഥാർത്ഥം ചെയ്യുന്നത്? ഞാൻ അതേ പറഞ്ഞു, ക്യൂബ് റൂട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. ക്യൂബ് റൂട്ട് വരുമ്പോഴത്തേക്ക് ചെയ്യുന്ന നോക്കി. ക്യൂബ് റൂട്ട് വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്തേ? x⁻1/3 എന്നാക്കണമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ അപ്പൊ എന്താ സംഭവിക്കുന്നത്. x⁻30⁻1/3. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇതിനെ ഗുണിക്കുക. 30 ഗുണം 1/3. അപ്പൊ എത്ര കിട്ടും? x⁻10 എന്നാണ് കിട്ടിയത്. ഓക്കെ, നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ മനസ്സിലാക്കണം എന്താണ് ഇവിടെ സംഭവിച്ചത്. ഈ പവറിന് ഞാൻ എത്ര കൊണ്ട് ഹരിച്ചു? ഇവിടെ 30 ആയിരുന്നു പവർ. ആ 30ന് ഞാൻ ആരെ കൊണ്ട് ഹരിച്ചു? 3 കൊണ്ട് ഹരിച്ചിട്ട് നമുക്ക് ആൻസർ എത്ര കിട്ടി? x⁻10. ഓക്കെ, മനസ്സിലായോ? സ്ക്വയർ റൂട്ട് വരുമ്പോഴത്തേക്ക് പവറിനെ നമ്മൾ എത്ര കൊണ്ട് ഹരിക്കണം? 2 കൊണ്ട് ഹരിക്കണം. ക്യൂബ് റൂട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എത്ര കൊണ്ട് ഹരിക്കണം? 3 കൊണ്ട് ഹരിക്കണം. ഇനി അടുത്തൊരു കണക്ക് ഫോർത്ത് റൂട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. നിങ്ങൾ നോക്കിയേ, ഫോർത്ത് റൂട്ട് സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫോർത്ത് റൂട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്? x⁻1/4 എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഒരു ചോദ്യം നോക്കി, ഫോർത്ത് റൂട്ട് ഓഫ് a⁻20. അപ്പൊ എന്താ ചെയ്യേണ്ടത് നമ്മൾ? a⁻20⁻1/4. ഇങ്ങനെ നിങ്ങൾ ചെയ്യണമെന്നില്ല. ഡയറക്റ്റ് 20ന് 4 കൊണ്ട് ഹരിച്ചിട്ട് ആൻസർ 5 എന്ന് എഴുതിച്ചാലും മതി. അപ്പൊ ഇത് വരുമ്പോഴത്തേക്ക് എന്ത് വരും? a⁻5. ഇനി സിക്സ്ത് റൂട്ട് ഓഫ് 18⁻18. അപ്പൊ എന്താ സംഭവിക്കുന്നത്? 18 ഈ 18ന് നമ്മൾ എത്ര കൊണ്ട് ഹരിക്കണം? 18ന് നമ്മൾ 6 കൊണ്ട് ഹരിക്കണം. 6 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 18⁻3. ആക്ച്വലി എങ്ങനെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാലോ. യഥാർത്ഥം ചെയ്യേണ്ടത്, അതിന്റെ പിന്നിലുള്ള ലോജിക്ക് ഇതാണ്. ഓക്കെ, അപ്പൊ 18 ഗുണം 1/6 എന്ന് പറയുന്നത് 3 വരും. അങ്ങനെയാണ് ആൻസർ കിട്ടിയത്. ഇനി രണ്ട് കണക്കൂടെ നമുക്ക് നോക്കി നിർത്താം. ഫിഫ്ത് റൂട്ട് ഓഫ് y⁻15. നിങ്ങൾക്കറിയാം 15ന് എത്ര കൊണ്ട് ഹരിച്ചാൽ മതി? 5 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പം y³. ഇനി സെവൻത് റൂട്ട് ഓഫ് 49⁻42. നമ്മളപ്പോ എന്ത് ചെയ്യണം? നമ്മുടെ പവർ 42 ആണ്. 42നെ നമ്മൾ 7 കൊണ്ട് ഹരിക്കുമ്പോഴത്തേക്ക് ആൻസർ എത്ര കിട്ടും? 6 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം. ഇത്തിരിയുടെ ചെറിയൊരു ടെസ്റ്റുള്ള ചോദ്യമാണ്. അപ്പൊ നിങ്ങൾക്കിപ്പം വർഗ്ഗമൂലം എന്താണെന്നതിനെ പറ്റി നല്ല ധാരണയായി, ഇരട്ടി എന്താണെന്നതിനെ പറ്റി ധാരണയായി, പകുതി എന്താണെന്നതിനെ പറ്റി ധാരണയായി. ഇനി മറ്റൊരു ചോദ്യം, വേറെ രീതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 3x² ഇതിന് തുല്യമായത് എത്ര? ഓക്കെ, ഇങ്ങനെ ഒരു ചോദ്യം വരും. ഇതിന് തുല്യമായ സംഖ്യ ചോദിക്കണം. സ്വാഭാവികമായിട്ടും നമ്മൾ എപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും തരാൻ പോകുന്നത്. ഓക്കെ, ഇത് കാണുമ്പോൾ നിങ്ങൾ വെറുതെ ഒന്ന് പെട്ടെന്ന് വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് നോക്കൂ, ഇത് എത്രയായിരിക്കും എന്റെ ആൻസർ നിങ്ങൾ ഗസ് ചെയ്ത് നോക്കുക. ഇനി ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി, ഒരു ബ്രാക്കറ്റ് ഉണ്ട്. ഈ ബ്രാക്കറ്റ് നിങ്ങൾ നോക്കണം. ഈ ബ്രാക്കറ്റ് ഉണ്ടോ? ഈ ബ്രാക്കറ്റ് കൊടുത്തിട്ടാണ് ഞാൻ എന്തിരിക്കുന്നത്? ⁻3 എന്ന് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഈ പവർ എന്ന് പറയുന്ന ആള് ഈ ബ്രാക്കറ്റ് അകത്ത് വരുന്ന എല്ലാവർക്കും ബാധകമാണ്. അതായത് 3ക്കും ബാധകമാണ്, x²നും ബാധകമാണ്. ഇത് എല്ലാവർക്കും ബാധകമാണ്. അപ്പൊ നമ്മൾ എന്താ എഴുതേണ്ടത്? അപ്പൊ 3x²⁻3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 3x². ഞാൻ പറഞ്ഞു വെറുതെ 3 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എത്രയാണ്? 3⁻1 ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ വരുന്നത്? 3⁻1 × 3 അല്ലെ? അപ്പം ഈ 3ക്കും ബാധകമാണ്, x²നും ബാധകമാണ്. പിടിയോ? ഇതെല്ലാവർക്കും ബാധകമാണ്. 3⁻1 അല്ലെ? 3⁻1 അങ്ങനെ 3⁻1³ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഡബിൾ പവർ ആണല്ലോ. അപ്പൊ ഡബിൾ പവർ ആകുമ്പോൾ 3⁻2 പവർ ഏതൊക്കെയാണ്? 1 ഉണ്ട് 3 ഉണ്ട്. അപ്പം 3⁻3. ഇതെന്ത് വരും? 2 × 3 6. ഓക്കെ, 3ന്റെ ക്യൂബ് എത്രയാണ്? 27. അപ്പം 27 x⁻6 എന്നാണ് ആൻസർ. പലരും തെറ്റിക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ x² മാത്രം 3 കൊണ്ട് ഗുണിച്ചിട്ട് 3x⁻6 എന്ന് എഴുതി വെക്കും. തെറ്റാണ്. കാരണം ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടാണ്
പവർ കൊടുത്തു. ബ്രാക്കറ്റ് കൊടുത്തിട്ട് പവർ കൊടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റിന്റെ അകത്തുള്ള എല്ലാവർക്കും പവർ ബാധകമാണെന്നാണ് അതിന്റെ മീനിങ്. ഇനി അടുത്തൊരു ചോദ്യം. 5y⁻8 ബ്രാക്കറ്റ് ഉണ്ട് ഹോൾ സ്ക്വയർ. ഇതിന് തുല്യമായിട്ടുള്ള ആളെ കണ്ടെത്തണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ബ്രാക്കറ്റിന്റെ അകത്തുള്ള ഓരോരുത്തർക്കും ഈ രണ്ടിന്റെ പവർ വീതം വെച്ച് കൊടുക്കണം. അപ്പൊ 5 സ്ക്വയർ y⁻8 സ്ക്വയർ. 5 സ്ക്വയർ എത്രയാണ്? 25. വൈക്ക് പവർ ഡബിൾ പവർ ആണ്. അപ്പം n2 16. 25y⁻16 എന്ന് വരും. ഓക്കെ, മൂന്നാമത്തെ കണക്ക് 4x² ഹോൾ റൈസ് ടു 3. ബ്രാക്കറ്റിന്റെ അകത്താണ്, ബ്രാക്കറ്റ് ഉണ്ട്, ബ്രാക്കറ്റ് കൊടുത്തതിന് ശേഷമാണ് പവർ വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം ബ്രാക്കറ്റിന്റെ അകത്തുള്ള ഓരോ ടേമുകൾക്കും ഈ പവർ ബാധകമാണ് എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? ഓക്കെ, 4⁻3 ഇൻറ്റു x²⁻3. ഓക്കെ, അപ്പൊ 4 ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 64 x⁻6. വേണമെങ്കിൽ ഈ പറഞ്ഞ കാര്യമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ഒരു റൂൾ ആയിട്ട് വേണമെങ്കിൽ ഞാൻ എഴുതി കാണിക്കാം. റൂൾ ആയിട്ട് എഴുതി കാണിക്കും വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം: xy ഹോൾ റൈസ് ടു n. നോക്കിയേ, ഇവിടെ പവർ വന്നിരിക്കുന്നത് ബ്രാക്കറ്റിന്റെ അകത്ത് രണ്ടുപേരെ കൊടുത്തതിന് ശേഷമാണ്. എക്സും വൈയും വന്നു, അതിനെ ഒരു ബ്രാക്കറ്റിന്റെ അകത്താക്കിയിട്ടാണ് ഞാൻ n എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എക്സിനും പവർ n ആണ്, വൈക്കും പവർ ആരാണ്? n ആണ്. കിട്ടിയോ? അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ചോദ്യം. 5y⁻15 ഹോൾ ക്യൂബ്. അപ്പം 5നും ക്യൂബ് എടുക്കണം. അപ്പൊ 5നും ക്യൂബ് ഉണ്ട്, y⁻15നും ക്യൂബ് ഉണ്ട്. 5ന്റെ ക്യൂബ് എത്രയാണ്? 125, y⁻45. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു കണക്കൂടെ ഈ ടൈപ്പ് നിർത്താം, ചെയ്യാം. 10m⁻8 ഹോൾ സ്ക്വയർ. അപ്പൊ എന്താ ചെയ്യണ്ടേ? 10നും 2 പവർ ആണ്, m⁻8നും 2 പവർ ആണ്. അപ്പം 10 സ്ക്വയർ എന്ന് പറയുന്നത് 100 ആണ്, m⁻16. കഴിഞ്ഞു. ഇത്രയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച ടോപ്പിക്ക്. ഇനി ഒരു 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാം. നമ്മൾ ഈ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതില് ഒന്നാമത്തെ ഒരു ചോദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ചോദ്യം ഇതാണ്. നമ്മുടെ ഒന്നാമത്തെ ക്ലാസ്, ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ്. അതിൽ ഒന്നാമത്തെ ക്ലാസ് കൂടെ കണ്ടാൽ മാത്രമേ ഈ കണക്കുകൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം 2⁻20 ഭാഗം 2⁻15 ഇൻറ്റു 2⁻3. അപ്പൊ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നോക്കിയേ, ഇവിടെ പല കാര്യങ്ങളുണ്ട്. ബ്രാക്കറ്റ് ഉണ്ട് അല്ലെ, ഡിവിഷന്റെ ചിഹ്നമുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ ഇത്തരം കേസുകളിൽ നമ്മൾ ഏത് റൂളാണ് അപ്ലൈ ചെയ്യുന്നത്? ബോഡ്മാസ് റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാക്കറ്റ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിയേ, ബ്രാക്കറ്റ് ഉണ്ട്. അപ്പം ബ്രാക്കറ്റിന്റെ അകത്തുള്ള ആളെയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ബ്രാക്കറ്റിന്റെ അകത്ത് എന്താണ് നടക്കുന്നത്? ഡിവിഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം അതങ്ങ് ചെയ്തേക്കാം. 2⁻20 ഡിവൈഡ് ബൈ 2⁻15. നമുക്കറിയാം എക്സ്പോണന്റ് സെയിം ബേസ് ആയിട്ടുള്ള ആളുടെ എക്സ്പോണന്റുകൾ, ആ സംഖ്യകളുടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? പവർ കുറച്ചാൽ മതി. അപ്പൊ 2⁻20 ഡിവൈഡ് ബൈ 2⁻15 വെച്ചാൽ 2⁻5. ഇനി 2⁻5 ഇൻറ്റു 2⁻3. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇവിടെ മൾട്ടിപ്ലൈ ആണ്. ബേസ് സെയിം ആയിട്ടുള്ള സംഖ്യകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആരെ കൂട്ടിയാൽ മതി? പവർ കൂട്ടിയാൽ മതി. അപ്പൊ നമ്മൾ ഇതില് ഈ ഭാഗം ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് റൂളാണ് ഉപയോഗിച്ചത്? a⁻m ഡിവൈഡ് ബൈ a⁻n എന്ന് പറയുന്നത് a⁻m-n. ഇനി ഈ ഭാഗം ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് റൂളാണ് ഉപയോഗിച്ചത്? a⁻m ഇൻറ്റു a⁻n എന്ന് പറയുന്നത് a⁻m+n എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത കണക്ക് 27⁻1/6 ഇൻറ്റു 27⁻1/6. നിങ്ങൾ നോക്കിയേ, ഇത് നമ്മൾ ഇന്നലെ പഠിച്ച അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ച ഒരു കണക്കാണ്. ബേസ് നിങ്ങൾ നോക്കിയേ, സെയിം ആണ്. ഇവിടെ മുകളിൽ പവർ നോക്കുമ്പോൾ 1/6 എന്നൊക്കെ ഉണ്ടെങ്കിലും നമുക്കറിയാം ഇവിടുത്തെ ബേസ് എന്താണ്? സെയിം ആണ്. സെയിം ബേസ് ആണ്. സെയിം ബേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗുണിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി എന്നാണ് എനിക്കും പറഞ്ഞു നിർത്തിയത്? അതിന്റെ പവറുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പം 27⁻1
1/6 പ്ലസ് 1/6. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കാം, രണ്ടിടത്തെയും ഛേദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള സംഖ്യകളെ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? വളരെ എളുപ്പമാണ്. അതിന്റെ ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. അപ്പം 27/2/6. ഈ 2/6 എന്ന് വെച്ചാൽ എത്രയാണ്? 1/3. ശരിയല്ലേ? രണ്ടുകൊണ്ട് നമ്മൾ ഹരിച്ചു നോക്കിയാൽ എന്തായിരിക്കും? 1/3. അപ്പൊ 27/1/3 നമ്മൾ കണ്ടതാണ്. എന്താണ് 27/1/3? 27/1/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് 27. ക്യൂബ് റൂട്ട് ഓഫ് 27 എത്രയാണ്? 3. അപ്പൊ 3 എന്നായിരിക്കും ഇതിന്റെ ആൻസർ. ഇനി ചിലർക്ക് ഈ സ്റ്റെപ്പിൽ നിന്ന് ഡയറക്റ്റ് ഈ സ്റ്റെപ്പിലേക്ക് പോകാൻ അറിയത്തില്ല എന്നിരിക്കട്ടെ. ഓക്കെ, ഇവിടം വരെ കിട്ടിയെന്നുള്ളതിരിക്കട്ടെ. നമുക്കറിയാം 27 എന്ന് പറയുന്നത് 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണ് അല്ലെ? 3 ക്യൂബ് ആണ് എത്ര? 27. ഓക്കെ, അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് ഇവിടുന്ന് 27 നമുക്ക് എന്ത് എഴുതാം? 3 ക്യൂബ് എന്ന് എഴുതാം. റൈസ് ടു എത്ര എഴുതാം? 1/3 എന്ന് എഴുതാം. ഇപ്പൊ ഇത് ഡബിൾ പവർ ആയാലോ? അപ്പൊ 3 റൈസ് ടു 3 × 1/3 എത്രയാണ്? 1. അപ്പം ആൻസർ എത്ര കിട്ടി? 1 എന്ന് കിട്ടി. ഓക്കെ, അപ്പം ഒന്നുകിൽ ഇവിടം വരെ വന്നിട്ട് നേരെ ഇങ്ങോട്ട് ഈ രീതിയിൽ ചെയ്തു പോകാം, അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്തു പോകാം. ഓക്കെ, അത് നിങ്ങളുടെ സൗകര്യം പോലെ. ക്യൂബ് റൂട്ട് ഓഫ് 27 എന്നുള്ളത് 3 ആണെന്ന് അറിയാവുന്നവർക്ക് ഇത് വലിയ പാടൊന്നുമില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്നത്തെ വീഡിയോയിലെ 81/0.2 ഇൻറ്റു 81/0.3. നോക്കി, ഇവിടെ ബേസ് സെയിം ആണ്. അതുകൊണ്ട് വളരെ സിമ്പിൾ ആണ് ഈ കണക്ക്. ബേസ് സെയിം ആണ്. ബേസ് എത്രയാണ്? 81 ആണ്. ബേസ് സെയിം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൂട്ടിയാൽ മതി? പവർ അങ്ങോട്ട് കൂട്ടിയാൽ മതി. അപ്പൊ 0.2ഉം 0.3ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 0.5 എന്ന് കിട്ടും. ഈ 0.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? 1/2 ആണ്. ഓക്കെ, അപ്പൊ എന്താണ് 1/2? 1/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ √81. നിങ്ങൾക്കറിയാമോ √81 എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ് ആൻസർ. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇനി ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടം കൊണ്ട് തീർന്നിരിക്കട്ടെ. ഇവിടം കൊണ്ട് ചെയ്ത ഒരാൾക്ക് വേണമെങ്കിൽ 81 എന്നുള്ളത് എത്രയാണെന്ന് അറിയാം. 9/9 അല്ലെ, 9ന്റെ സ്ക്വയർ ആണ് 81 അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഇതിനെ ഇങ്ങനെ എഴുതാം. ഡബിൾ പവർ ആണ്. സോ ആൻസർ എത്ര കിട്ടും? അപ്പോഴും നിങ്ങൾക്ക് 9 എന്ന് തന്നെ ആൻസർ കിട്ടും. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.